ഡൽഹിയിൽ ബിജെപിയുടെ പ്രക്ഷോഭത്തിനിടെ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളുടെ ആരോഗ്യനില ഗുരുതരം. 25 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 11 പേരുടെ നില റെഡ് സോണിലാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ജന്തർ മന്ദറിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നുള്ളതാണ് അഭിജിത് ദീപ്കെ പറയുന്ന കാര്യം. 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. സോനം വാങ്ചുക്കിനെ വിട്ടയക്കണം, ധർമ്മേന്ദ്ര പ്രസാദ് രാജിവെക്കണം, ജീവനൊടുക്കിയ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം. ഈ 3 ആവശ്യങ്ങളോട് കേന്ദ്രത്തിന്റെ സമീപനം എന്താണ്? ആശുപത്രിയിലുള്ള പരിക്കേറ്റ പ്രവർത്തകരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇന്നിപ്പോൾ നടന്ന പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായി പോലീസ് നടത്തിയ നടപടിയിൽ പരിക്കേറ്റ 60 പേർ ചികിത്സയിലുണ്ട് എന്നാണ് RML ആശുപത്രി അറിയിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 11 പേരുടെ നില റെഡ് സോണിലാണ് എന്നും ഒരാളുടെ നില ഗുരുതരാവസ്ഥയിലാണ് എന്നും എന്തായാലും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. 25 പേരാണ് RML ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഉള്ളത് 60 പേരെ കൊണ്ടുവന്നിരുന്നു. പിന്നീട് ബാക്കിയുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. മറ്റു പലരും ആശുപത്രിയിൽ ചികിത്സ തേടാതെ തങ്ങളുടെ വീടുകളിലും ക്യാമ്പസുകളിലും എല്ലാം തന്നെ തങ്ങൾ താമസിക്കുന്ന മുറികളിലുമെല്ലാം തന്നെ ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ഡൽഹിയിലെ ജന്തർ മന്ദറിലെ പ്രധാനപ്പെട്ട പാതകൾക്ക് മുൻപിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തടിച്ചുകൂടി തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ ലംഘിക്കുകയാണ് എന്ന് പലതവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടും ഈ ഒരു നില തന്നെ തുടരുകയാണ് വിദ്യാർത്ഥികൾ. നിരവധി പേരാണ് ഡൽഹി ജന്തർ മന്ദറിലേക്ക് സൻസദ് മാർഗ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് വരുന്ന ഈ ഒരു പാതയിൽ ഇപ്പോൾ നിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നിരവധി പേരെ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റ് മാർച്ചിന് പിന്നാലെ പരിക്കേറ്റവരും ക്ഷീണിതരായവരും ഉൾപ്പെടെ നിരവധി പേർ അഭിജിത് ദീപ്കയോടൊപ്പം ജന്തർ മന്ദറിൽ തന്നെ തുടരുകയാണ്. അവർക്ക് എന്തായാലും പ്രാഥമിക കൃത്യനിർവഹണത്തിന് പോലുമുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം നേരത്തെ ജന്തർ മന്ദറിനകത്തായിരുന്നപ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധിക്കാൻ അനുവദിച്ച സ്ഥലത്ത് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. സമരം നടന്ന സോനം വാങ്ചുക്കും അഭിജിത് ദീപ്കയും എല്ലാം തന്നെ സത്യാഗ്രഹം ഇരുന്ന പന്തലാണ് അവിടെ പൊളിച്ചിട്ടിരിക്കുന്നത്. പൂർണ്ണമായി പൊളിച്ചു നീക്കി കഴിഞ്ഞു പോലീസ്. ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഇവിടെ എത്തിയ ശേഷമാണ് പൊളിച്ചു നീക്കിയത്. ഇപ്പോൾ എന്തായാലും ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആരെയും തന്നെ ജന്തർ മന്ദറിനകത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. ഇവിടെ നിരോധനാജ്ഞ, ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള നിരോധനാജ്ഞ ചുമത്തിയിട്ടുണ്ട്. കനത്ത കാവൽ എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ആംഡ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്, CRPFന്റെ ഭാഗത്ത് നിന്ന് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നിരവധി തവണ ഇപ്പോൾ ഇത്തരത്തിൽ ഒത്തുകൂടിയിട്ടുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നത്. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, കൂടാതെ മരണപ്പെട്ട നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 20 കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം, ആശുപത്രിയിൽ തടങ്കലിലാക്കിയിട്ടുള്ള സോനം വാങ്ചുക്കിനെ വിട്ടയക്കുക എന്നീ 3 ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിന് മുൻപിൽ രേഖാമൂലം കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞിരുന്ന കേന്ദ്രമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇക്കാര്യം രേഖാമൂലം ഒരു നിവേദനമായി തന്നെ അവർ കൈമാറിയിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂല പ്രതികരണം CJP പ്രവർത്തകർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെങ്കിലും സംഭവിക്കാതെ ജന്തർ മന്ദർ വിട്ടു പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്.